ഇരുട്ടിന്റെ ആഴങ്ങളിലേക്ക് എന്നെ തള്ളിയിട്ടു. ഈ ഇരുട്ടിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാനാവില്ലേ? ഇരുട്ടിൽ ആർക്കും എന്നെ കാണാനാകില്ല. ഒരാർക്കും എന്നെ ഒന്നും ചെയ്യാൻ ആരെയും കാണാതെ ആരുടെയും ആരോടും ഇരുട്ടിനോടൊപ്പമുള്ള ഏകാന്തതയുടെ സുരക്ഷിതത്വം. ഈ ഏകാന്തതയുടെ കൂടെ ഒരു നിശബ്ദതയുണ്ട്. ആ വന്യമായ നിശബ്ദത ഒന്ന് അനുഭവിച്ചത് ഞാൻ അതിലേക്ക് എത്തിച്ചു. അല്ല, എന്നെ അതിലേക്ക് എത്തിച്ചു. അതെ, എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇവിടെ എല്ലാം ചതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
അവനവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരുതരം നികൃഷ്ട ജീവികളുടെ കൂട്ടുകളാ എല്ലായിടത്തും. അവറ്റകൾ ഇരയെ പിടിക്കാൻ വേണ്ടി മുഖത്ത് നിറങ്ങൾ വാരിത്തേച്ച് ഉള്ളിൽ കൊടിയ വിഷം നിറച്ച് വലയും വിരിച്ച് ഒളിഞ്ഞിരിക്കുക. ആ വലക്കണ്ണികളുടെ കുരുക്കിൽ ഞാൻ പെട്ടുപോയി. ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനാകില്ലേ? അറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, കഴിഞ്ഞുപോയ കാര്യം. അതല്ലെങ്കിൽ ആഴത്തിലേക്ക് ഊളിയിട്ട് പോയ ആ കഥ. എനിക്ക് മറക്കാനായി. ആ കാലത്തിലേക്ക് എന്റെ മനസ്സ് ഒരു മഞ്ഞിൽ കണിക പോലെ നേരത്തെ സുഖമുള്ള ഒഴുകി ഒഴുകി പിന്നെ കോരിച്ചൊരിയുന്ന മഴയിലൂടെ മഴ നനഞ്ഞു. सावन की मन पावन की, 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 बरस बदलिया सावन എന്ത് രസം! കഴിഞ്ഞുപോയ എന്റെ ആ കാലത്തെ കുറിച്ച് നിങ്ങൾക്കറിയണ്ടേ? അറിയണം. എങ്കിലേ എന്റെ ജീവിതത്തിന്റെ പൂർണ്ണത എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്റെ മുമ്പിലുള്ള ഈ ജനലിലൂടെ നോക്കിയാൽ കഴിഞ്ഞുപോയ എന്റെ കാലത്തെ എനിക്ക് വ്യക്തമായി കാണാം. രാത്രിയുടെ ആലസ്യത്തിൽ നഗരം ഉണർന്നു കഴിഞ്ഞു. സൈക്കിൾ വെച്ച് അങ്ങനെ പോകും. രാവിലെ വീട്ടിൽ തിരക്കില്ല. ആ ജനലിന്റെ മൂലയ്ക്ക്
प्रवर्तते उत्तिष्ठरजाकुलकर्तव्यं वेदान्तिनम् कौसल्यां प्रवर्तते എന്റെ അമ്മയുടെ തറവാട്ടിൽ ഒരു കുടുംബക്ഷേത്രം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എല്ലാവരും ഒരേ തറവാട്ടിൽ കുട്ടികളായി ഞങ്ങൾക്ക് അത് ഒന്നും ഒഴിച്ചു തന്നെ ആ കാലം ഞങ്ങൾ ശരിക്കും അടിച്ചു പോയി. ഈ പെണ്ണൊരു സ്വപ്ന ജീവിയാണ്. എപ്പോ നോക്കിയാലും എന്തെങ്കിലും സ്വപ്നം കണ്ടോണ്ടിരിക്കും. രാവിലെ തന്നെ അവരോടൊന്ന് വഴക്കുകൊണ്ടിരിക്കും. പോയി അമ്മയെ സമാധാനം. അല്ല സമയം എത്രയായോ കോളേജിലൊന്ന് പോണ്ടേ? ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാൻ പറ്റുന്ന കാലം എനിക്ക് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. വേഗം റെഡിയാവോ? അതുമില്ല. എല്ലാത്തിനും ഞാൻ കൂടെ തന്നെ വരാം. എന്റെ അമ്മ നല്ല നല്ല സ്വപ്നങ്ങൾ കാണുന്നത് നല്ല കാര്യമല്ലേ? പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഒക്കെ അഭിമാനമായിട്ടുള്ള APJ അബ്ദുൽ കലാം സാർ എന്താ പറഞ്ഞിട്ടുള്ളത്? യുവതികളോടും യുവാക്കളോടും സ്വപ്നം കാണാനാ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത്. നീയേ എന്ത് വേണേലും സ്വപ്നം കണ്ടു. നിന്റെ സ്വപ്നത്തില് ഞാൻ ഇടപെടുന്നില്ല. അതിനിടയ്ക്ക് സമയത്തിനെ കുറിച്ച് കുറച്ച് ബോധം വേണം. ഇതാ അപ്പൊ നല്ല കഥയായ സ്വപ്നം കാണുന്നതിനിടയ്ക്ക് ആരെങ്കിലും സമയത്തെ കുറിച്ചൊക്കെ ഓർക്കുക. കാണുന്ന സ്വപ്നങ്ങളൊക്കെ അങ്ങനെ ഓർത്തോർത്ത് ആസ്വദിക്കണ്ടേ? വർത്താനം പറഞ്ഞ ആരൊക്കെ ജയിക്കാനാവ? വർത്താനം പറഞ്ഞൊക്കെ മതി. എത്ര പേര് റെഡിയായി കോളേജിൽ പോണ്ടേ? അത് പറഞ്ഞു കോളേജിൽ പോകണ്ടേ? പണ്ട് അമ്മ പഠിച്ച പോലെയൊന്നും അല്ല ഇപ്പോഴത്തെ കോളേജിലെ അറ്റ്മോസ്ഫിയർ. ഒരു ദിവസം പോയാ പോയത് തന്നെ. ഇപ്പോഴത്തെ എന്താണാവോ കോളേജിൽ അറ്റ്മോസ്ഫിയർ? അങ്ങനെ ഓടിപ്പോയോ? ഇപ്പൊ കാലം മാറിയില്ലേ? കഥ മാറിയമ്മേ. കാലം കഥയാണോ മാറിയത്? ഇപ്പൊ കോളേജില് ആമ്പിള്ളേരും പെൺപിള്ളേരും എല്ലാ സമയം മാറ്റിച്ച് പൊളിച്ച് കറങ്ങി നടക്കാം. ഇതിലൊക്കെ എന്താ? ഞാൻ പഠിക്കുമ്പോഴും ഇതുപോലൊക്കെ തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ല പിന്നെന്താ? അമ്മയുടെ ഒരു ആകാംക്ഷ. അമ്മയുടെ മനസ്സറിയാതെ അമ്മ പഠിച്ച കോളേജിന്റെ പടിവാതിക്കെ വരെ പോയിരുന്നു. എന്താന്ന് വെച്ചാൽ പറയുന്നത് നിരക്ക് കൂട്ടാതെ പറയാം. കോളേജിലെ അമ്മ ടി വി 2 വർഷമായി. ഇത് സിനിമ കഥയൊന്നും അല്ല. എന്താണ് നീ പറയുന്നുണ്ടോ? അല്ല, എനിക്ക് നിന്റെ കഥ കേൾക്കാനുള്ള നേരമില്ല, അതിനൊക്കെ സമയമില്ല. പെട്ടെന്ന് റെഡിയാകും. കോളേജ് പോട്ടെ. ഓ ഇത്തരം പോലെ നീ അടി വാങ്ങുന്ന കയ്യിലെ എന്താ എന്റെ ഈ പാവയ്ക്ക് ഞാൻ ഞാനല്ലേ കോളേജിൽ പോണേ? ഞാൻ റെഡി ആയിക്കോളാം. ഞാൻ എന്ത് പറഞ്ഞാലും കേട്ടിട്ട് അപ്പുറം കാണുമോ? റെഡിയാണോ? അവിടെയോ? അപ്പൊ ഞാൻ ഇന്നത്തെ കോളേജിലേക്ക് റെഡിയാണ്. ഇയാള്
പഠിക്കാനോ? അതെ. സർക്കാർ കോളേജിലാണ് ഞാൻ പഠിച്ചത്. നല്ല കുറെ ടീച്ചേഴ്സ്, നല്ല കൂട്ടുകാർ, ക്ലാസ് റൂമിൽ ഇടവേളകളിൽ കളികൾ, പാട്ട്, ഡാൻസ്, പഠിക്കാൻ പിടിക്കായിരുന്നു. പിന്നെ നല്ല വിദ്യാഭ്യാസം, പിന്നെ അച്ഛന്റെ സ്വപ്നം. അതിനുവേണ്ടി അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ദാരിദ്ര്യത്തിനിടയിലും എനിക്ക് വേണ്ടുന്നതെല്ലാം അച്ഛൻ ചെയ്തു. ആ സ്നേഹമുള്ള എന്റെ അച്ഛനെ നിങ്ങൾ പരിചയപ്പെടുത്തേ. എപ്പോ നോക്കിയാൽ കല്ലും കൊലയും കഞ്ചാവും ലഹരി ഇതൊന്നും ഇല്ലാത്ത വാർത്തകളെ പത്രത്തിലില്ല. പണ്ടൊന്നും ഇതുപോലെ വാർത്തകളൊന്നും പത്രത്തിൽ നമ്മൾ കാണാറില്ലല്ലേ? കേട്ടോ, വീടിന്റെ ടെറസിൽ കഞ്ചാവ് ചെടി വളർത്തിയ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു. അടുത്തത് കേട്ടോ, കൊടൈക്കനാലിലെ ഒരു റിസോർട്ടിലെ പാർട്ടിയിൽ വെച്ച് MDMA ഉപയോഗിച്ച 30ഓളം വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു. ഇന്നത്തെ പിള്ളേർ ഇങ്ങനായി എന്താ ചെയ്യാ? നാടിന്റെ ഭാവി ഇന്നത്തെ ചെറുപ്പക്കാരുടെ കയ്യിലാണ്. ഇങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ കയ്യിൽ നാട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. വാർത്ത വായിക്കുന്നതിനിടയിലാണ് ഒരു കാര്യം ഓർമ്മ വന്നു. എന്താ മാർക്കറ്റിലുള്ള ഒരു സത്യനെ കുറിച്ച് ഞാൻ പറയാറ്. പാണ്ഡ്യനെ കൊന്ന പയ്യൻ അവൻ ചെയ്യില്ലല്ലേ? ആയിരുന്നു. ഇതിനിടയ്ക്ക് അവൻ ജാമ്യത്തിൽ പുറത്തു വന്നു. 2 ദിവസം മുമ്പ് പാണ്ഡ്യന്റെ മകൻ നാഗലിംഗം മാർക്കറ്റിൽ വെച്ച് സത്യനെ കുറിച്ച് പരിക്കേറ്റു. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അവൻ ഇന്ന് രാവിലെ മരിച്ചു. നല്ല പയ്യൻ. അവന് ഈ കഞ്ചാവ് വീട്ടിലായിരുന്നില്ലേ? അതെ, കഞ്ചാവ് വിൽക്കലായിരുന്നെങ്കിലും മാർക്കറ്റിലുള്ള എല്ലാവർക്കും അവന് വലിയ ഇഷ്ടമായി. എല്ലാവരും നല്ല പെരുമാറ്റവുമായി. ആരെന്ത് ചോദിച്ചാലും അപ്പൊ തന്നെ ചെയ്തു. എന്നിട്ടെന്താ കാര്യം? ചെറുപ്പത്തിൽ തന്നെ മരിക്കാനാണ് അവന്റെ മോളെ. അച്ഛനൊന്ന് പണിയൊക്കെ നേരത്തെ. എന്ത്? അയ്യോ മോളെ, അച്ഛൻ വാങ്ങാൻ മറന്നുപോയി. അച്ഛന് ഞാനിപ്പോൾ കൊച്ചു കുട്ടിയല്ലേ, അച്ഛനോട് മിണ്ടണ്ട. ഇത് വാങ്ങിയിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. നിങ്ങളാണ് എവിടെ കൊതിച്ച് വഷളാക്കുന്നത്. ഇവിടെ പിന്നാലെ മോളം കഴിയും അല്ലേ മോളെ? അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ വാട്സപ്പ് നന്നായിട്ട് അറിയാം. അപ്പോഴേക്കും ഇണങ്ങി.
ഞാനെല്ലാം കാണുന്നുണ്ട്. എന്തൊക്കെ ഓ നീ കണ്ടോളൂ, നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ആദ്യം വെച്ചു. ആ കഥ ഞാൻ പോയി കേട്ടതാ. അമ്മ ആരോട് കല്യാണം കഴിക്കാൻ പോകുന്നത് കൊണ്ടുവന്നല്ലേ? അന്ന് നിന്റെ ഈ അമ്മ എന്നോടൊപ്പം ഇറങ്ങി വന്നില്ലായിരുന്നു. അവിടെയുള്ള എല്ലാരും ചേർന്ന് എന്നെ പണിയിട്ടിട്ടുണ്ട്. അതെ, എനിക്കന്ന് നന്നായിട്ട് അറിയാം നിങ്ങൾ എന്നെ വിളിക്കാൻ വരൂ. പിന്നെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ ഏതാളും അത്രയ്ക്ക് മനസ്സിലല്ലേ? എനിക്ക് കുറച്ച് വർത്തമാനം കൂടുന്നുണ്ടേ. ഞാനിത് കഴിച്ചില്ല, നീ നിൽക്കുന്നത് വെച്ചോണ്ടിരിക്കോ? അതിടയിൽ നന്നായി നല്ല മങ്ങിയുള്ളൂ. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയണം. എന്താ നമ്മുടെ രാഘവേട്ടൻ മോൾക്കൊരു കല്യാണാലോചന ഇങ്ങനെ അമേരിക്കയില്ല. നമ്മുടെ നേരെ പേരെ കറങ്ങിട്ടാണോ രാഘവട്ടെ ആലോചിച്ചോണ്ട് പറയുന്നത്? ഞാൻ ഈ സംശയം രാഘവേട്ടനോട് ചോദിച്ചു. അല്ല, ശരിയായ ആലോചന എന്താ പറഞ്ഞത്? അപ്പൊ എന്താ രാഘവേട്ടൻ പറഞ്ഞേ? ശരിക്കിന്റെ ആൾക്കാർക്ക് നമ്മളെ പറ്റി നല്ലതായിട്ട് അറിയാമെന്ന് പറഞ്ഞു. ഇവിടെ പഠിച്ചോണ്ടിരിക്കല്ലേ, പഠിപ്പൊക്കെ കഴിയട്ടെ, എന്തിനാ മതി കല്യാണം? ആ അങ്ങനെ പറഞ്ഞു കൊടുക്കമേ. ഒരു ആലോചന വന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്കും ഇവിടെ ഇപ്പോഴേ കെട്ടിച്ചു വിടുന്നതിൽ യാതൊരു താല്പര്യവും. പഠിപ്പൊക്കെ കഴിഞ്ഞ് ജീവിതം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മതി കല്യാണം കേട്ടോ. അത് തന്നെയാ എന്റെയും അഭിപ്രായം. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു തെറ്റും എന്തുകൊണ്ട് എന്താണ് ഭയങ്കര മനസ്സിലാണ്. ഇന്ന് ഞാൻ പറയുന്നത് വായനാവ് കൂടുന്നുണ്ട്. എനിക്ക് കുടിക്കാനുള്ള വെള്ളം എടുത്തു. മോളെ, നീ പഠിക്കാനുള്ളതെല്ലാം പഠിച്ചോ? എന്റെ മോള് പഠിച്ച് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി വലിയ ഉദ്യോഗസ്ഥ, അത് ജനങ്ങളെ സേവിക്കുന്ന ഉദ്യോഗസ്ഥ. നമ്മുടെ ചുറ്റുപാടിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പാവങ്ങൾ അവരുടെ ദാരിദ്ര്യമൊക്കെ മനസ്സിലാക്കി അവരെയൊക്കെ സഹായിക്കണം. ഈ സമൂഹം സമൂഹത്തോടെ കടപ്പാടും നേതാക്കളെയും ഹീറോയും സഭയും അച്ഛൻ പറഞ്ഞു. ദയാവായി ഉന്നത ബിരുദവും ആവശ്യത്തിന് പണവും കിട്ടാവുന്ന ഒരു നല്ല ജോലിയും ഉപേക്ഷിച്ച് ദാരിദ്ര്യം മധ്യപ്രദേശിലെ പിന്നോക്ക വിഭാഗമായ സോന്തിരം എന്ന ആദിവാസികൾക്കും ചിക്വാര ഗ്രാമത്തിൽ ഒരു നാളായി ആദിവാസികളുടെ പരമ്പരാഗത വസ്ത്രം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നും ആദിവാസികൾ കൂലിപ്പണി ചൂഷണത്തിനും പീഡനത്തിനും ഇടയായിക്കൊണ്ടെന്ന ആദിവാസികളെ ഒപ്പിച്ച് അവരുടെ അവകാശങ്ങൾ ആദിവാസികൾക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനുകൾ കയറി നിരവധി മർദ്ദനങ്ങൾക്കിടയായി മർദ്ദനങ്ങളും ദുരാരോപണങ്ങളും കുറ്റപ്പെടുത്തുന്നു. തീർത്തിരുന്നതായി അവരുടെ സമൂഹമായി ഗ്രാമങ്ങളിൽ വിദ്യാലയവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും
ആദിവാസികളെ അക്ഷരം അവർക്ക് വേണ്ടി നിയമയുദ്ധങ്ങൾ നടത്തി. ഝാൻസി റാണിയെ പോലെ വികസനത്തിന് വേണ്ടി ഗ്രാമങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. അവരുടെ ഭാഷയിൽ സംസാരിച്ചു. തെരുവ് നാടകങ്ങളും കവിതകളും പാട്ടുമൊക്കെ ആശയ പ്രചരണത്തിനായി അവർ ഉപയോഗിച്ചു. ജീവിതത്തിലെ ഉത്തമ ഉദാഹരണമായി ജീവിക്കുന്ന അമ്മ ദൈവത്തിന്റെ സ്വന്തം നാക്കിക്കൊണ്ട നമ്മുടെ സ്വന്തം മേഴ്സി മാറ്റി അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ എന്തുമാത്രം യാതന അമ്മ അനുഭവിച്ചത്. അവരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ആ യാതനകളൊന്നും അവർക്കൊരു പ്രശ്നമേ ആയില്ല എന്ന് തന്നെ പറയാം. പിന്നെ നേതാവ് ഇന്ത്യയിലെ പ്രശസ്തയായ സാമൂഹിക പ്രവർത്തകർ നർമ്മദാ നദിക്കും അതിന്റെ മോഷണ നദികൾക്കും പല സ്ഥലങ്ങളിലായി കണ്ടുകൊണ്ടിരുന്ന അണക്കെട്ടുകൾ അവിടെയുള്ള ആദിവാസികൾക്ക് വളരെ ദുരിതങ്ങളുണ്ട്. അവിടെയുള്ള ആദിവാസികളുടെ ദുരിതങ്ങളിൽ അവർ പങ്കെടുത്തുകൊണ്ടായിരുന്നു അവർ ദേശീയമായി സജീവമാണ്. പദ്ധതി മൂലം നഷ്ടപ്പെടുന്ന 10 ലക്ഷത്തോളം വരുന്ന ആദിവാസികൾക്ക് അവരുടെ നഷ്ടപരിഹാരത്തിനും അവരുടെ പുനരധിവാസത്തിനു വേണ്ടി നേത നടത്തിയ സമരങ്ങൾ ദേശീയ സർക്കാർ മധ്യപ്രദേശിലെ ജൽസിന്ധി ഗ്രാമത്തിനും മഹാരാഷ്ട്രയിലെ റോംപേരി ഗ്രാമത്തിനും അവർ ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത അറസ്റ്റ് കൂടാതെ സർക്കാർ ഏറ്റെടുക്കുന്നതിന് പശ്ചിമബംഗാളിലെ സിംഗൂരിൽ കർഷക പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. മറ്റൊന്ന് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടി നാഗപ്പൂരിൽ ആരംഭിച്ച ലാവാസ പ്രൊജക്ടിന് വേണ്ടി അവർ സംഘടിപ്പിച്ച സമരങ്ങൾ വളരെ ശ്രദ്ധയാണ്. അവരും നമ്മുടെ സമൂഹത്തിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നു അല്ലേ? വർഷങ്ങളോളം നിരാഹാരം 2000 നവംബറിലായിരുന്നു 28 വയസ്സായി. ജീവിതത്തിന്റെ ഭൂരിഭാഗവും അവർ നിരാഹാരത്തിൽ. ഇന്നത്തെ പത്രത്തിലും ഈ വർഷങ്ങളെ കുറിച്ച് ഒരു വാർത്ത കണ്ടിരുന്നു. ശരിയാണ്. മണിപ്പൂരിലുള്ള ഇംഫാലിലെ മാലം ഗ്രാമത്തിൽ ബസ് കാത്തുനിന്ന ഗ്രാമീണർക്ക് നേരെ ആസാം റൈഫിൾസിലെ സൈനികർ ഒരു പ്രകോപനവും ഇല്ലാതെ വെക്കുന്നു. ആ വെടിവെപ്പിൽ ഒരു ഗർഭിണിയാണ് 10 പേർ. പുലർച്ചെ ആസാം റൈഫിൾസിന്റെ പെട്രോളിംഗ് വാഹനം തീവ്രവാദികൾ ബോംബിട്ട് തലത്തിലുള്ള അരിശം തീർത്തതായി. ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് എന്ന നിയമം എടുത്തു കളയാമെന്ന് പറഞ്ഞ് മൂക്കിലൂടെയൊക്കെ പുതുവഴി കൊടുക്കുന്ന ആഹാരമായി അവരുടെ ജീവൻ ആത്മഹത്യാ സമയത്തിന്റെ കോടതി ചെയ്ത് ഇതിനിടയ്ക്ക് അവർ മറന്നാത്തത് സ്വന്തം വീട്ടിലേക്ക് നിരാഹാരമൊക്കെ അവസാനിച്ചു. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ മണിപ്പൂർ
മേൽക്കൂരയിൽ മത്സരിച്ചിരിക്കുന്നു. അവർ വിജയിച്ചു. ജീവിതത്തിന്റെ ഭൂരിഭാഗം അവർ ജനങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചെങ്കിലും വേണ്ടത്ര പ്രയോജനം ലഭിക്കുന്നതിനാൽ അവർ വളരെ നിരാശയിലാണ്. ജീവിതത്തിന്റെ ഭൂരിഭാഗവും സമൂഹത്തിന് വേണ്ടി അർപ്പിച്ചവർക്ക് ഈ സമൂഹം എന്താണ് തിരിച്ചു കൊടുക്കുന്നത്? അവിടെയാണ് മുകളിലായി അവരുടെയൊക്കെ പ്രത്യേകത. തിരിച്ചെന്തെങ്കിലും കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിലല്ല അവരുടെയൊക്കെ സാമൂഹ്യ സേവനം. പിന്നെ സമൂഹത്തെ കുറിച്ച് എന്റെ മോളിപ്പോ പറഞ്ഞില്ലേ, കാലം പുരോഗമിക്കുമ്പോഴും മനുഷ്യന്റെ മനസ്സ് ചുരുങ്ങിക്കൊണ്ടിരിക്കുക. അത്തരം മനസ്സിനുള്ളിൽ വിഷത്തിന്റെ അണക്കൾ പെരുകിക്കൊണ്ടേ അങ്ങനെയുള്ള അണത്തിന്റെ വളർച്ച തരാൻ അത്ര പെട്ടെന്ന് എന്റെ മോക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കടമയുണ്ട് പോലെ മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. അതെ, അച്ഛന്റെ മോള് നടക്കുന്നു. ഞാൻ എല്ലാം മാറ്റി കേട്ടോണ്ടിരിക്കുന്നു. മാത്രം സ്ത്രീകളാ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ത്യാഗം ചെയ്തിട്ടുള്ളത് അല്ലേ? അതുകൊണ്ട് ഇത് ആണുങ്ങൾക്ക് മാത്രമേ ആകൂ എന്ന് പറഞ്ഞിട്ടേ അഹങ്കരിക്കൊന്നും വേണ്ട കേട്ടോ. സമ്മതിച്ചേ, കുടിക്കാൻ എടുത്ത് വെച്ചിട്ട് തണുത്ത് വേണം. അതൊന്നും സാരമില്ലല്ലേ. ഒരു ദിവസം തണുത്ത വെള്ളത്തിൽ കുടിച്ചെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ മോളെ അച്ഛൻ പറഞ്ഞതൊക്കെ അമ്മയും കേട്ടിട്ടുണ്ട്. അതിന്റെ ഇടയിലാണോ ചൂടുവെള്ളം? സമൂഹത്തിന് വേണ്ടി എത്രമാത്രം സ്ത്രീകളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സ്ത്രീകളെയാണ് നാം ബഹുമാനിക്കേണ്ടത്, ആദരിക്കേണ്ടത്. അല്ല, ഇത് പഠിക്കാനൊന്നുമില്ലേ? ഞാനിപ്പോ വിചാരിച്ചതേ ഉള്ളൂ എന്താ ചോദിക്കാത്തത്. പിന്നെ ചോദിക്കണ്ടേ? പഠിക്കേണ്ട സമയത്തെ പഠിക്കണം, മനസ്സിലാവുണ്ടോ? പുസ്തകത്തിന് പഠിക്കാൻ നോക്ക്. ഈ ചൂടും പൊട്ടിത്തെറിയൊക്കെ ചുമ്മാതാ. ഇടയ്ക്കൊക്കെ ഒന്ന് വഴക്കൂടിയിരിക്കില്ലേ? ഞങ്ങൾ പുറത്തും പറ്റില്ല. കേട്ടു കേട്ടു. സൊസൈറ്റിയാണോ ഇരിക്കാത്ത പഠിക്കാൻ നോക്ക് വേഗം. ഞാൻ അമ്മയോടല്ല എന്റെ മാറണ്ട. ഇനി വന്ന് ഇവിടെ ഭൂകമ്പം വെള്ളപ്പൊക്കം
എന്താ ഈ കോമാളി കാണിച്ചത്? കളിയാക്കണ്ടാട്ടോ. നിന്റെ മനസ്സാക്ഷിയായി എന്നെ ഈ രൂപത്തിൽ കാണാനല്ലേ നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? പിന്നെ രൂപങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോ എനിക്കതിന് പ്രത്യേകിച്ച് രൂപങ്ങളൊന്നുമില്ല. നിനക്ക് നന്നായിട്ട് അറിയുന്ന കാര്യം. അതേതായാലും നന്നായി. ഇതുപോലുള്ള കോമാളി വേഷങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. ജീവിതമാകുമ്പോ കുറച്ച് കുറച്ച് തമാശകളൊക്കെ വേണ്ടേ? തീർച്ചയായും അതിലെ ഒരു സ്വപ്ന ജീവിയാണ് എന്റെ അമ്മ പറയും. അങ്ങനെ ആവാം. അതാണ് ആ ശബ്ദത്തിൽ കൂട്ടിയിരുന്നത്. നല്ല കഥയെ ഞാൻ എപ്പോഴും ഇവിടെ തന്നെയാണ്. ഇപ്പോഴല്ലേ പുറത്ത് ചാടാൻ പറ്റിയത്. എന്നിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇത്രയും കാലം മനസ്സിൽ നിഷ്കളങ്കമല്ലേ? മനസ്സിൽ ഒന്നും കാണില്ല. എപ്പോഴും എന്തെങ്കിലൊക്കെ ഒന്ന് തലച്ചുണ്ടേക്കാം. അത്രമാത്രം. നീ ഇതൊക്കെ ചോർത്ത് പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ നിനക്ക് അറിയാം. അറിയാം. എനിക്ക് മാത്രമേ അതറിയാം. ആ, ദേ, ഈ പെണ്ണെ കാണുമ്പോൾ എനിക്ക് സംശയം തോന്നി. അല്ല, സാധാരണ കോമാളികൾ ആൾക്കാരെ ചിരിപ്പിക്കാനായിട്ടാണല്ലോ മുന്നിൽ വരുന്നത്. പക്ഷെ ഈ കോമാളി വ്യത്യസ്തമായിട്ടുള്ള കോമാളി പോലെ ഉണ്ടല്ലോ. അതൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നത്. വേഷം എങ്ങനെയിരിക്കണം, സ്വഭാവം എങ്ങനെയിരിക്കണം എന്നൊക്കെ നിന്റെ അമ്മ പറയുമ്പോൾ നിന്റെ അടുത്ത് സംസാരിച്ചിട്ടേക്കാൻ എനിക്കറിയില്ല. പക്ഷേ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി എനിക്ക് ഇപ്പോഴും കിട്ടി. എന്താ ചോദിച്ചത്? നീ എന്തിനായി ഇങ്ങോട്ട് വന്നത്? എനിക്ക് വേണമെന്ന് തോന്നി ഞാൻ വന്നു. അതിനെനിക്ക് നിന്നെ അനുവാദം വേണോ? നീ പാലിനെ കുറിച്ച് പറഞ്ഞല്ലോ. അത് കേട്ടപ്പോ വന്നു പോയതാ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പ്രായമതല്ലേ. അടിമ ഒന്ന് പോരെ, ഒന്നും അറിയാത്ത പോലെ. സമ്മതിച്ചു. അടുത്തല്ല ആ കാര്യത്തിൽ ഞാൻ ഒരു വശത്ത് അച്ഛൻ പറയുന്നതൊക്കെ കേട്ട് പ്രതിരോധം തീർക്കും. ഒരു ഉറപ്പില്ലാതെ ഇടിച്ചോണ്ടില്ലേ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ടല്ലോ. ഞാൻ ചുമ്മാ പറഞ്ഞില്ലേ. അല്ലെങ്കിലും ഇപ്പൊ ഇങ്ങനെയൊക്കെയാ കഴിക്കാൻ പുസ്തകം അല്ലെങ്കിൽ അമ്മയെ അടുക്കള സഹായം. അത് കഴിഞ്ഞ് രാത്രി അറിയാതെ അവനെന്ന് മനസ്സിലാക്കി. മാഷ് പറഞ്ഞ പോലെ പ്രായത്തിന്റെ കുഴപ്പമായിരിക്കാം. അറിയാം. പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് ഓടിക്കഴിഞ്ഞ് കോളേജ് ക്യാമ്പസിലെ കൂലിയുള്ള ഇരുപത് ചൂടില്ല ചെല്ലി ഞാൻ എന്റെ അടുക്കള ഞാൻ പോയേക്കാം. ഇനിയിപ്പോ എനിക്ക് ഇവിടെ തോന്നുന്നില്ലല്ലോ.
പെട്ടെന്ന് എവിടുന്നോ വരും, ഇങ്ങോട്ടും പോകും. എനിക്ക് മാത്രമേ അറിയൂ. അതിന് എനിക്ക് വിശ്വാസമായി. കോളേജ് കഴിഞ്ഞ എന്നും കുറച്ചു നേരം ചെലവഴിക്കാനുള്ള മണത്തീരത്ത് ഞങ്ങൾ ഒത്തുപോയി. അങ്ങനെ ഒരു ദിവസം ആ മണപ്പുറത്തിനടുത്തുള്ള ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് അവനെ കൂട്ടിപ്പോയി. പിന്നെ പിന്നല്ലാതെ അല്ല, ഇപ്പൊ നീ എന്നെ ചോദിച്ചില്ലേ ആ കാര്യം നമുക്ക് മറക്കാൻ പറ്റുമോ? അതൊക്കെ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? ആദ്യത്തെ പ്രണയം ദേവേന്ദ്രന് പോലും മറക്കാൻ പറ്റില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം വിഷയം പ്രണയമാണല്ലോ. പിന്നെ ചില നേരങ്ങൾ ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കുന്നതിന് എന്ത് രസാലേ. നീ പറ, ആർക്കും അറിയില്ല. നീ പറ. അതൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യമായാലും എന്നെ കൊണ്ട് പറയും അല്ലേ? പിന്നെ പ്രേക്ഷകരുടെ കാര്യം പറയുന്നത് അതൊക്കെ അവരുടെ സമയമാണെന്ന് ഞാൻ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ എനിക്കറിയാൻ കേൾക്കാൻ പറ്റില്ല. ഞാൻ പറയാം. എനിക്കറിയാലോ, എനിക്കതൊന്നും പറയാം. ഓർത്തോണ്ടിരിക്കുന്നൊന്നും അറിയില്ല. പ്രണയമാണല്ലോ, എനിക്കറിയാം. ഒന്നും മാറിപ്പോയില്ലേ? മസിൽ പിടിക്കാൻ കുറവല്ലേ? എനിക്കറിഞ്ഞൂടെ? അവനെ ആദ്യമായി ചങ്ങാതിനെ കോളേജ് ക്യാമ്പസിൽ ഇടവഴിയിൽ ഒക്കെ വെച്ച് കാണുമായിരുന്നു. ആദ്യമൊന്നും പ്രണയത്തെ കുറിച്ച് സംസാരിച്ചില്ല. പിന്നെ പതുക്കെ പതുക്കെ പ്രണയത്തെ കുറിച്ച് മാത്രമായി സംസാരിച്ചു. വന്നൊന്ന് അവന്റെ കഥകളൊക്കെ ഷാജഹാനെയും മുംതാസിനെയും പിന്നെ രമണനെയും ചന്ദ്രികയെയും കുറിച്ച്, പിന്നെ കൃഷ്ണനെയും രാധയെയും കുറിച്ച്. അപ്പോഴേക്കും അവനെന്റെ കലകൃഷ്ണനായി മാറിയിരുന്നു. ഒടുവിൽ അവനെ കാണാതെ പറ്റാതെയായി. അവന്റെ സാമ്പത്തിക അവനോടൊപ്പം കുട്ടികൾക്ക് നടക്കാൻ ചോദിച്ചു. എനിക്ക് ഇപ്പൊ തന്നെ കെട്ടാൻ കേൾക്കാൻ തോന്നുന്നു. ഇത് വേറെന്തോ അസുഖം. പ്രേമമൊക്കെ ശരി തന്നെ, പക്ഷെ എനിക്കൊരു ലക്ഷ്യം, ഒരു ജോലി, അച്ഛന്റെ സ്വപ്നങ്ങൾ, അമ്മയുടെ ലക്ഷ്യങ്ങൾ, അതൊക്കെ എനിക്ക് നിറവേറ്റും. അതുവരെ നീ എനിക്ക് വേണ്ടി കത്തു. ഓ, 100 വട്ടം സമ്മതിച്ചു. നിന്റെ ആഗ്രഹത്തിന് ഞാൻ ഒരിക്കലും
നീ എപ്പോ കല്യാണത്തിനോ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറെ പിള്ളേരൊക്കെ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം. കുറെ പിള്ളേര് വേണം കഴിഞ്ഞു എല്ലാം എല്ലാം നീട്ടിയിരിക്കുന്നു. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഓക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്കതിന് വിശ്വാസമുണ്ട്. എനിക്കറിയാം, എനിക്ക് മാത്രമേ അറിയൂ. പക്ഷേ അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ആ മടക്കരത്തിലെത്തി. ഇവരൊക്കെ ആരാ? ഇവരൊക്കെ എന്താ ഇവിടെ? ഇത് ഞങ്ങൾക്ക് സൗകര്യമായിട്ടൊന്നും കാണും. നീ എന്താ വിചാരിച്ചേ? എനിക്ക് നിന്നോട് പ്രേമാണ്. ഇങ്ങനെ ശ്രമിക്കുന്നതിന് പഴയ കുട്ടികളെന്ന് വിചാരിച്ചു. ഇപ്പോഴൊക്കെ ഏതാ ഇൻസ്റ്റന്റ് അല്ലേ? അപ്പോഴപ്പോഴത്തെ കാര്യം ഇന്നും എനിക്ക് വേണമെന്നാണ്. അത് നേടിയെടുക്കുന്നതിനുള്ള നാടകം മാറ്റിയിട്ട് ഇത്രയും കാലം. അപ്പൊ നീ എന്നെ ചതിക്കുകയായിരുന്നു. അതെ, എനിക്ക് എന്താണ് നേടിയെടുക്കുന്നത് കളിച്ചു. അത് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. ഇതിനെ ഞാൻ ആഗ്രഹിച്ചു. ഇനിയൊക്കെ ഞങ്ങൾ ആകെ തോന്നി എതിർത്ത് പറയാനാകാത്ത വിദ്യാഭ്യാസ സത്യം ഓർക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ. പാവം നീ ഞങ്ങളുടെ കാര്യം കുടുങ്ങിയാണ്. ഇവിടെ ഞങ്ങൾ വേട്ടക്കാരാവില്ല. കുടുങ്ങിയ വരം കുറിച്ച് മാറ്റി നിൽക്കുന്ന ലക്ഷ്യമാരാവില്ല.
ചതിയായിരിക്കില്ലേ? മോളെ 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 എന്താണ് ലക്ഷ്യങ്ങൾ എല്ലാം അവസാനിച്ചില്ലേ? എല്ലാം കഷ്ടപ്പെട്ടില്ലേ? ഈശ്വരാ, എന്തൊക്കെയാ ചെയ്തത്? ഇത്രയും വലിയ കാണിക്കണോ നീ? അച്ഛനെ കുറിച്ച് ഒരുപാട് സുഖങ്ങൾ വീടുണ്ടായ തകർന്ന തന്റെ മകളുടെ തകർച്ചയിലുണ്ടായ എത്ര നേരായി? തോർത്തിയില്ലെങ്കിൽ പനി പിടിക്കില്ലേ? അപ്പൊ സ്കൂളിൽ പോവാൻ പറ്റുമോ? അമ്മ കുളിപ്പിച്ച് തലക്ക് താഴ്ത്തി
വേണ്ടിയുള്ള രണ്ട് ആത്മാക്കൾ മനസ്സിന്റെ സമയത്തെത്തി അമ്മയെ മാനസിക ആശുപത്രിയിലാണ്. മൂന്ന് ജീവിതങ്ങളില്ലാതെ മക്കളെ വളർത്തി വലുതാക്കാൻ എൺപത് കൊള്ളുന്ന മാതാപിതാക്കൾ. ആ മാതാപിതാക്കളെ ഈ കാമവഴി കൊണ്ട് ചെണ്ടികൾ കാണുന്നുണ്ട്. എന്റെ മനസ്സും ശരീരവും അവർ പിടിച്ചു ചെയ്യുന്നില്ലേ? ആരാണ് നീ? സൂക്ഷിച്ചു നോക്ക്. ഞാൻ പറയാതെ തന്നെ നിനക്ക് എന്നെ മനസ്സിലാവും. ഞാൻ എന്നെ തന്നെ നിനക്ക് പരിചയപ്പെടുത്തണമെന്ന് തോന്നുന്നില്ല. ഞാൻ നിന്റെ കൺമുമ്പിൽ തന്നെയാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. ഇത്രയും കാലം ഇങ്ങനെ കണ്ടില്ല. മനഃപൂർവ്വമാണെന്ന് ഞാൻ പറയുന്നില്ല. കാണാൻ നീ ശ്രമിച്ചില്ല എന്നതാണ് സത്യം. കാരണം ഈ പ്രണയം എന്ന മായിക ലോകത്തായിരുന്നു. ഇനി എന്നെ പറ്റി ചിന്തിക്കും. നിനക്കെന്നെ അവഗണിക്കാനാവില്ല. ഇപ്പോൾ നിനക്കെന്നെ വ്യക്തമായി തിരിച്ചറിയാനാവും. നിന്റെ ചുറ്റും ഇപ്പോൾ ശൂന്യമാണ്. എങ്ങും എവിടെയും നിശബ്ദമാണ്. ഇപ്പോൾ നിനക്കെന്നെ തിരിച്ചറിയാനാവും. പറയൂ, ഞാൻ ആരാണ്? വർത്തമാനകാലത്തിന്റെ സാക്ഷി. ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായല്ലേ? നീ എന്തിനും എന്റെ അരികിലേക്ക് വന്നു. എന്റെ തകർച്ച അല്ലെങ്കിൽ എന്റെ പതനം അത് ആഘോഷിക്കാനാണോ? കൃത്യമായി തന്നെ നീ തിരിച്ചറിഞ്ഞു. നിന്റെ ഈ തകർച്ച ഒരു പെണ്ണായ നിന്റെ പതനം മൗനമായി ആഘോഷിക്കുന്ന വൃത്തികെട്ട മനസ്സുള്ള ഒരു കൂട്ടം തന്നെയുള്ളതിന് മുമ്പിൽ അവരൊന്നും കണ്ടില്ലെന്ന് എനിക്കറിയാവില്ല. ഇവിടെയുള്ള സംസ്കൃതികളൊക്കെ അവർ ചാരം കൊണ്ട് കൂടിയിരിക്കാം. കാരണം ഈ ഒരു പെണ്ണായതുകൊണ്ട് തന്നെ നിന്നെ പോലുള്ളവരെ മാനസികമായി ആക്രമിച്ച് ആസ്വദിക്കാൻ വെമ്പൽ കൊള്ളുകയാവും ആ കൂട്ടങ്ങളൊക്കെ. നിന്റെ ബാലിശമായ കണ്ടെത്തലാണ്. വർത്തമാനകാലത്തിന്റെ സാക്ഷിയായ നീ ഇപ്പോൾ കണ്ടടച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ നടന്നത് കണ്ണിൽ നടിച്ചുകൊണ്ട് അസത്യങ്ങൾ വിളിച്ചു പോകുന്നു. അതാണ് സത്യം. നിന്റെ കണ്ടെത്തലുകളെ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഇവിടെ നിന്റെ തകർച്ചയുടെ അടയാളപ്പെടുത്തുകളെ അതെനിക്ക് മായ്ച്ചു കളയാനാവില്ല. നീ മുൻപേ പറഞ്ഞതുപോലെ സമൂഹം നിന്റെ പതനം ആഘോഷിക്കാൻ തിരക്കൂട്ടും. അവർക്ക് വേണ്ടത് പെണ്ണായ നിന്റെ കൂടെയുള്ള വൃത്തിയുടെ ഉന്മാദമാണ്. ആ ഉന്മാദത്തിൽ തുണയാനാണ് അവർക്ക് താല്പര്യം. ഈ പഠനത്തെ ഞാൻ ചെയ്തിരിക്കുന്നു. പക്ഷേ ആ പഠനത്തിന്റെ അർത്ഥം ഞാനാണോ തെറ്റിയത്? അതെ, നീ മാത്രമാണ്. ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല. അപ്പൊ കഴിഞ്ഞാൽ സംഭവിച്ചു. ഞാൻ പറഞ്ഞില്ലേ, നിന്നെയൊക്കെ ചൂഷണം ചെയ്യുന്ന വൃത്തിയായിട്ട് വർഗങ്ങൾ അവരുടെ വലയിൽ അകപ്പെട്ടു പോയിരിക്കും. ഇല്ല, ചതികളാണ്, എവിടെയും ചതികളാണ്. പേരിന്റെ വഴി ഇവിടെ കൂട്ടം പൊട്ടിയാക്കില്ല. അടഞ്ഞിടക്കുന്ന പ്രതിബന്ധങ്ങളെ തച്ചുടക്കാൻ നോക്കാതെ ആ പ്രതിബന്ധങ്ങളെ ആഘോഷിക്കുന്ന കൂട്ടമാണ് ഇവിടെ. അവർ നിന്നെയൊക്കെ തോൽപ്പിക്കുന്നു. അതല്ലെങ്കിൽ നിന്നെ പോലുള്ളവർ തോൽപ്പിക്കപ്പെടുന്നു. അവിടങ്ങളിലൊക്കെ അറിയാതെ കീഴടങ്ങുകയാണ് കേട്ട. അതെ, ഈ പറഞ്ഞത് ശരിയാണ്. ഇത് സംഭവിക്കുന്നത് മനഃപൂർവ്വമല്ല, തനിച്ചമർത്തൽ. അതാണ് എനിക്ക് സംഭവിച്ചത്. എനിക്കാണ് തെറ്റുപറ്റിയത്. ഞാനാണ് കുറ്റക്കാരൻ. കുറ്റക്കാരനാവുന്നില്ല. ഞങ്ങൾ നിന്നെ നിശബ്ദനാക്കുന്നു. ആ നിശബ്ദത വലിച്ചു കയറാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല. നിന്റെ നിശബ്ദത ഞങ്ങൾ ആഘോഷിക്കുന്നു എന്നതാണ് സത്യം. അറിഞ്ഞുകൊണ്ട് നീ ചെയ്തത് തെറ്റ്. അത് നല്ലതാണെന്ന് ഇതിന് സമർപ്പിക്കാൻ പറ്റുമോ? നിന്റെ ചോദ്യം ബാധിച്ചതാണ്. തെറ്റേതാണ് ശരിയേതാണെന്ന് ഞങ്ങൾ നോക്കാറില്ല. അല്ലെങ്കിലും ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ നിങ്ങൾ തന്നെയല്ലേ? ഒരിക്കലുമല്ല. ഇത് സംഭവിക്കുന്നത് ഞങ്ങളെ പോലുള്ളവർ നിർബന്ധിക്കപ്പെടുന്നു നേരങ്ങളിൽ. അതും പ്രേരണയാണ്. അതാണ് പരമമായ സത്യം. നിന്നെ ഞങ്ങൾ തോൽപ്പിച്ചു കഴിഞ്ഞു. നീ നിനക്ക് ഒരു നേട്ടത്തില്ല. എഴുന്നേൽക്കാനാവാതെ നീയും നിന്റെ ഭൗതിക ദേഹവും ഞങ്ങളുടെ നെരുപ്പിക്കുന്നത് ചാരമായി മാറും. തോൽപ്പിക്കപ്പെട്ടുവെന്ന സത്യം ശരിവെക്കുന്നു. തോൽപ്പിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും പിന്തിരിഞ്ഞോടാൻ ഞാൻ ഒരുക്കമല്ല.
നീ ഒരുക്കിയ ചാരത്തിൽ നിന്നും ഞാൻ ഉയർത്തെഴുന്നേറ്റു. വർത്തമാനകാലത്തിന്റെ സാക്ഷിയായ നിനക്ക് അത് കാണാനാകും. കാണാം നിന്റെ പോരാട്ടം. നിന്റെ ചുറ്റും നിന്റെ കൺവെട്ടുകാരൻ നിന്നോട് ഞാൻ കാണും നിന്റെ പോരാട്ടത്തിനെ. പ്രാപ്തിയുണ്ടോ നിനക്ക് പോരാട്ടത്തിന്? തീരുമാനിച്ചത് പറഞ്ഞില്ലേ? പിന്നെ എന്താ ഒരു സംശയം? കാലത്തിന്റെ സാക്ഷിയായി എനിക്കത് കാണണം. കാണാം. ധീരമായ തീരുമാനമാണ് നിന്റേത്. എന്തെങ്കിലും ചലനം സൃഷ്ടിക്കാനായി സമൂഹത്തിൽ നീ ഒരു വഴികാട്ടിയായിരിക്കും. ധീരനെ പോലെ പിന്തിരിഞ്ഞോടാതെ ചതികളിൽ ഹിംസകളിൽ നിശ്ചയദാർഢ്യത്തോടെ സത്യത്തിന്റെ പക്ഷത്തിൽ നിന്നും മുമ്പിൽ നിന്ന് നയിക്കുക. വളരാതെ മുൻപോട്ട്. അതെ, ഞാൻ തുടങ്ങുന്നു. ഇവിടെ നിന്നും ഞാൻ തുടങ്ങും. വിശ്രമിക്കാൻ ഞാൻ ഒരുക്കമല്ല. രാജ്യത്തിന്റെ പല ഭാഗത്തും പെൺകുട്ടികളുടെ മാനവും ശരീരവും പിച്ച് ചീന്തപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ അറിയുന്നില്ലേ? 2011 വള്ളത്തോൾ സ്റ്റേഷൻ വിട്ട് ഒറ്റപ്പെട്ടിരുന്ന യാത്രക്കാരിയെ ഒരാഭാസൻ പിച്ച് ചീന്തി റെയിൽ പാളത്തിൽ തള്ളിയിട്ട് കൊന്നു. 2012 ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ ഡൽഹിയിൽ പാരാമെഡിക്കൽ വിദ്യാർത്ഥിനിയെ 6 പേർ ചേർന്ന് കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കി തെരുവിൽ വലിച്ചെറിഞ്ഞു. 2016 പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിക്ക് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയാതെ നിങ്ങൾക്കറിയാമല്ലോ. 2018 ജമ്മു കശ്മീരിലെ കഠുവയിൽ നാടോടി വിഭാഗത്തിൽപ്പെട്ടിരുന്ന 8 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ദിവസങ്ങളോളം തടവിൽ വെച്ച് കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കി കൊന്നു. പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വിവസ്ത്രയായി ജീവരക്ഷാർത്ഥം ഇറങ്ങി ഓടിയവൾ, ICUവിലും ആംബുലൻസിലും വരെ നിസ്സഹായരായവർ, മരണത്തിനും നീതി നിഷേധിക്കപ്പെട്ട 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, ഒടുവിൽ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന മണിക്കൂറിൽ 2 സ്ത്രീകൾ വിവസ്ത്രരാക്കപ്പെട്ട് തെരുവിൽ വലിച്ചയക്കപ്പെട്ട് കൂട്ടമാനഭംഗത്തിനിരയായിരിക്കുന്നു. ഇതൊന്നും നമ്മൾ കാണുന്നില്ലേ? എന്നിട്ടും എങ്ങും പോകുന്നു. എല്ലായിടത്തും നിശബ്ദത. പ്രതികരിക്കണ്ടേ? പ്രതികരിക്കാൻ സമൂഹമായി നമ്മൾ മാറ്റുന്നില്ലേ? വേണം. ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഇരകൾ ഉണ്ടായിക്കൂടാ. ഇരകൾ വേട്ടയാടപ്പെടരുത്. ഇരകൾ ഉണ്ടാവരുത്. ഈ പോരാട്ടത്തിൽ നിങ്ങൾ വേണം എന്നൊപ്പം നമുക്ക്